ഹലോ, ഇന്നുള്ളത് ഒരു ഏച്ചുവിന്റെ അടുത്താണ്. ഇത് കണ്ടില്ലേ, ഡോറ് തുറന്നു നോക്കി ഇവിടെ ബെൽറ്റ് പൊട്ടി കിടക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ട്. ബെൽറ്റ് പൊട്ടി ബെൽറ്റിന് നല്ല നുറുക്കി പീസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഇതിന് പുതിയ ബെൽറ്റ് നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് പുതിയ ബെൽറ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് ഇതേപോലെ ഇട്ട് കൊടുക്കണം. പക്ഷെ അതല്ല, ഈ രണ്ട് ബെൽറ്റ് അതിന് ഒരുമിച്ച് പൊട്ടിയത്. ഇനി ഒന്ന് പൊട്ടിയപ്പോൾ പൊട്ടിയ കഷ്ണം മറ്റേ ബെൽറ്റിന്റെ ഉള്ളിൽ കയറിയിട്ട് അതും കൂടി പൊട്ടിയതാണോ? എന്തായാലും വേണ്ടില്ല, ഇങ്ങനെ പൊടിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അലൈൻമെന്റ് നോക്കിയപ്പോൾ അലൈൻമെന്റ് കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ കിട്ടിയ രണ്ട് ബെൽറ്റും കറക്റ്റാക്കി ഇട്ട് കൊടുത്ത്. ഇത് പിന്നെ കറക്റ്റ് ആയതുകൊണ്ട് ബെൽറ്റ് ഇടാൻ ഇതിൻ്റെ ഇല്ലാത്ത മസിൽ ഉപയോഗിക്കേണ്ടി വന്ന്. ഇങ്ങനെ ബെൽറ്റ് ഇടുമ്പോൾ കൈ കൊടുക്കുന്നത് നന്നായി ശ്രദ്ധിക്കണേ. ഇത് കണ്ടില്ലേ, ഇപ്പം നല്ല വൃത്തിയായിട്ട് ബെൽറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതാട്ടോ ഇതിന്റെ പാനൽ ബോർഡ് വരുന്നത്. ഇതിലിങ്ങൊരു ടൈമറും കൊടുത്തിട്ടുണ്ട്. ഈ ടൈമറിന്റെ വീഡിയോ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്തരട്ടോ. ഇവിടെ എന്തായാലും ടൈമറിന്റെ വർക്കിംഗ് കറക്റ്റ് ആണ്. പിന്നെ ചെന്നത് ഇതേപോലെ ഒരു ഐസ് മേക്കറിന്റെ അടുത്താട്ടോ. ഇവിടെ കംപ്ലൈന്റ് കിട്ടിയത് ഐസ് വരുന്നില്ല എന്നാണ്. പോയി ചെക്ക് ചെയ്തപ്പോൾ എന്താണ്, ഇതിന്റെയും ഫാന് വർക്ക് ചെയ്യുന്നില്ല. വയർ ഊരി ചെക്ക് ചെയ്തപ്പോൾ വയറിലേക്ക് കറക്റ്റ് വോൾട്ട് എത്തുന്നുണ്ട്. പക്ഷെ ഫാനാണ് വർക്ക് ചെയ്യാറ്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതേപോലെ ഫാൻ ഇവിടെ എടുക്കുക. അത് മാത്രല്ല കേട്ടോ, ഇവിടെ ഈ LED ഡ്രൈവിനും പ്രശ്നമുണ്ട്. അപ്പൊ ഇതും കൂടി കൂട്ടത്തിൽ മേടിക്കണം. ഇപ്പൊ കണ്ടില്ലേ, നമുക്ക് ഫാൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഫാൻ ചെക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് ഊരിയത് അതേപോലെ ഫിറ്റാക്കി കൊടുക്കണം. എന്തായാലും ഫാന് ഫിറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, നല്ല വൃത്തിയിൽ നല്ല കട്ടിയുള്ള ഐസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡ്രൈവും കൂടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നൊക്കെ ഇനി അടുത്ത കംപ്ലൈന്റ് ആയിട്ട് വരാം.